നമസ്കാരം. യോഗനാഥം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വീണ. പ്രധാന വാർത്തകൾ. മിന്നൽ ഹർത്താലിലെ നാശനഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന അബ്ദുൾ സത്താറിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. കരുനാഗപ്പള്ളി തഹസീൽദാർ ഷിബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്വത്തുക്കൾ കണ്ടുകെട്ടിയത്. കുന്നംകുളത്തെ 5 PFI നേതാക്കളുടെ വീടും സ്ഥലവും ഇന്ന് ജപ്തി ചെയ്തതിൽ ഉൾപ്പെടുന്നു. ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികളുടെ സ്വത്തുക്കൾ നാളെ 5 മണിക്ക് മുമ്പായി കണ്ടുകെട്ടാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ ജില്ലാ കളക്ടർമാർക്ക് കത്തയച്ചിരുന്നു. പത്തനംതിട്ട നഗരമധ്യത്തിൽ വൻ തീപിടുത്തം. 5 കടകൾ കത്തി, ഗ്യാസ് സിലിണ്ടറുകളും പൊട്ടിത്തെറിച്ചു. അഗ്നിശമന സേനയുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കുവാനുള്ള ശ്രമം നടക്കുന്നതിനിടെ കടകളിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് കുറ്റികൾ പൊട്ടിത്തെറിച്ചതോടെ തീ കൂടുതൽ ഇടങ്ങളിലേക്ക് പടർന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം സ്ഫോടനത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. തുടർന്ന് കൂടുതൽ എയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കുന്നിക്കുരു കഴിച്ചതിനെ തുടർന്ന് മരിച്ച പാവറട്ടി സ്വദേശി ആശയെ അവസാനമായി ഒരു നോക്ക് കാണാൻ മക്കളെത്തി. മക്കളെ അച്ഛന്റെ വീട്ടുകാർ വിട്ടു നൽകാത്തതിനെ തുടർന്ന് സംസ്കാര ചടങ്ങുകൾ നീളുകയായിരുന്നു. മക്കളെത്തിയതോടെ മൂത്ത മകൻ സഞ്ജയ് സംസ്കാര ചടങ്ങുകൾ നടത്തി. എന്നാൽ സംസ്കാര ചടങ്ങുകൾക്ക് പിന്നാലെ മക്കളെ അച്ഛന്റെ വീട്ടിലേക്ക് മടക്കി കൊണ്ടുപോയി. പോലീസ് സന്തോഷിന്റെയും ആശയുടെയും വീട്ടുകാരുമായി ഉണ്ടാക്കിയ ധാരണയിലാണ് കുട്ടികളെ തിരികെ കൂട്ടിക്കൊണ്ടുപോയത്. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരെ തടഞ്ഞ സംഭവത്തിൽ ബുഹാരീസ് ഹോട്ടലിനെതിരെ നടപടിയെടുത്തു. നിയമം നടപ്പാക്കുന്ന ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്ക് തടസ്സം നിൽക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഉദ്യോഗസ്ഥർക്ക് ഭയരഹിതമായി പരിശോധനകൾ നടത്താൻ കഴിയണമെന്ന് മന്ത്രി പറഞ്ഞു. ബുഹാരീസ് ഹോട്ടലിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. വിമാനത്തിൽ സഹയാത്രികയ്ക്ക് മേൽ മൂത്രമൊഴിച്ച സംഭവത്തിൽ എയർ ഇന്ത്യ എയർലൈൻസിന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ 30 ലക്ഷം രൂപ പിഴ ചുമത്തി. വിമാനത്തിന്റെ പൈലറ്റ് ഇൻ കമാൻഡിന്റെ ലൈസൻസ് 3 മാസത്തേക്ക് ഏവിയേഷൻ റെഗുലേറ്റർ സസ്പെൻഡ് ചെയ്യുകയും എയർ ഇന്ത്യയുടെ ഇൻ ഫ്ലൈറ്റ് സർവീസ് ഡയറക്ടർക്ക് 3 ലക്ഷം രൂപ പിഴ ചുമത്തുകയും ചെയ്തു. ISRO ചാരക്കേസിലെ ഗൂഢാലോചന കേസിൽ CBIക്ക് തിരിച്ചടി. 6 പ്രതികൾക്കും ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ഈ മാസം 27-ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ പ്രതികൾക്ക് നിർദ്ദേശം. ആവശ്യമെങ്കിൽ ഉപാധികളോടെ ജാമ്യം അനുവദിക്കണം. നിയമ പോരാട്ടത്തിന്റെ വിജയമാണിതെന്നും CBIയുടെ കണ്ടെത്തലെല്ലാം വിഡ്ഢിത്തമാണെന്നും IBയുടെ ആവശ്യപ്രകാരമാണ് കേസ് അന്വേഷിച്ചതെന്നും 1-ാം പ്രതി S. വിജയൻ പ്രതികരിച്ചു. പോലീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് സർവീസ് സംബന്ധമായ പരാതികൾ നൽകുന്നതിന് പ്രത്യേക സംവിധാനം നിലവിൽ വന്നു. പോലീസിന്റെ വെബ് അധിഷ്ഠിത ഫയലിംഗ് സംവിധാനമായ IAPS-ൽ പുതുതായി ചേർത്ത ഗ്രീവൻസ് എന്ന മെനുവിലൂടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതികൾ മേലുദ്യോഗസ്ഥർക്ക് നേരിട്ട് സമർപ്പിക്കാം. ശമ്പളം, പെൻഷൻ, അച്ചടക്ക നടപടി, അവധി, സ്ഥാനക്കയറ്റം, സ്ഥലമാറ്റം എന്നിവ സംബന്ധിച്ച പരാതികൾ ഇതിലൂടെ നൽകാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള ഇന്ത്യ ദി മോദി ക്വസ്റ്റ്യൻ ഡോക്യുമെന്ററിയിൽ വിശദീകരണവുമായി BBC. ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള വിവാദ വിഷയങ്ങളിൽ സർക്കാരിനോട് വിശദീകരണം തേടിയിരുന്നുവെന്ന് BBC വ്യക്തമാക്കി. എന്നാൽ ഇന്ത്യ പ്രതികരിച്ചില്ല. ഡോക്യുമെന്ററിയിൽ BJP നേതാക്കളുടെ അഭിപ്രായം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും BBC വിശദീകരണത്തിൽ വ്യക്തമാക്കി. ബ്രസീലിയൻ ഫുട്ബോൾ താരം ഡാനി ആൽവസ് സ്പെയിനിൽ പോലീസ് കസ്റ്റഡിയിൽ. നിശ ക്ലബിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിലാണ് ഡാനി ആൽവിസിനെ ബാഴ്സലോണ പോലീസ് വെള്ളിയാഴ്ച കസ്റ്റഡിയിലെടുത്തത്. ജനുവരി 2-ാം തീയതിയാണ് യുവതി ആൽവസിനെതിരെ പരാതി നൽകിയത്. രഞ്ജി ട്രോഫിയിൽ എലൈറ്റ് ഗ്രൂപ്പ് സിയിൽ നടന്ന കേരള-കർണാടക മത്സരം സമനിലയിൽ പിരിഞ്ഞു. കർണാടക 143 റൺസ് 1-ാം ഇന്നിംഗ്സ് ലീഡ് നേടിയപ്പോൾ കേരളം 2-ാം ഇന്നിംഗ്സിൽ 4 വിക്കറ്റിന് 96 റൺസ് എന്ന നിലയിൽ നിൽക്കവേ മത്സരം സമനിലയിൽ അവസാനിക്കുകയായിരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.